ഹായ്, വെൽക്കം ടു പാറൂസ് കൊമേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്റർ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ P&Lൻ്റെ ഷെഡ്യൂൾസ്, ബാലൻസ് ഷീറ്റിൻ്റെ ഷെഡ്യൂൾസ്, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. കൂടാതെ റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രൊവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന കുറച്ച് തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരുന്ന കുറച്ച് ഐറ്റംസാണ് നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യത്തെ ഐറ്റമാണ് നോൺ ബാങ്കിങ് അസറ്റ്. നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ബാങ്കിൻ്റെ അസറ്റ് അല്ല. കസ്റ്റമേഴ്സ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഈട് കൊടുക്കുന്ന അസറ്റുകളെയാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്. ഈ അസറ്റ് ബാങ്കിൻ്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. അസറ്റ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ബാങ്കിങ്ങിൻ്റെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്താണ്? ബട്ട് വിച്ച് കം ടു ദ പൊസിഷൻ ഓഫ് ദ ബാങ്കിങ് കമ്പനി ഓവിങ് ടു ദ ഫെയിലിയർ ഓഫ് എ ഡെപ്റ്റർ who has created a charge on the asset in favor of the bank to repay the loan to the bank in time. അതായത് ബാങ്കിലേക്ക് ആ ലോൺ ടൈമിന് അടച്ചു തീർക്കാത്ത അവസരം വരികയാണെങ്കിൽ ആ ഈട് ബാങ്ക് എന്ത് ചെയ്യും? ജപ്തി ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ബാങ്കിൻ്റെ അസറ്റാക്കി മാറ്റാം. പക്ഷേ അത് എന്നാണോ അയാൾ എമൗണ്ട് പേ ചെയ്യണത് അന്ന് ബാങ്ക് അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആക്ച്വലി അതിപ്പോൾ എന്തല്ല, ബാങ്കിൻ്റെ അസറ്റ് അല്ല. അങ്ങനെയുള്ള അസറ്റുകളെയാണ് എന്ത് പറയുന്നത്? നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഷെയർ ക്യാപിറ്റൽ എന്താണ്? ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബാങ്കും ബാങ്കിൻ്റെ കറണ്ട് ഇയറിൽ അതാത് വർഷത്തെ പ്രോഫിറ്റിൻ്റെ 25% റിസർവിലേക്ക് മാറ്റിവെക്കണം. അങ്ങനെയുള്ള റിസർവുകളെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ബാങ്കിൻ്റെ കറണ്ട് ഇയർ പ്രോഫിറ്റ് അതിൻ്റെ 25%, ആനുവൽ പ്രോഫിറ്റിൻ്റെ 25% റിസർവിലേക്ക് മാറ്റിവെക്കണം. ആ റിസർവിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. നെക്സ്റ്റ് ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൊമേഴ്സ്യൽ ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ ക്യാഷായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ക്യാഷ് റിസർവ് നിങ്ങൾ ഈ ബോക്സിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. ക്യാഷ് റിസർവ് റേഷ്യോ റെഫേഴ്സ് ടു എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു വിഹിതം കൊമേഴ്സ്യൽ ബാങ്ക്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഇൻ ദ ഫോം ഓഫ് ക്യാഷായിട്ട് തന്നെ റിസർവ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് RBIയുടെ റൂളാണ്. അപ്പോൾ എല്ലാ ബാങ്കും ഇപ്പോഴത്തെ ഏകദേശം 4-6 ഒക്കെയാണ് ഇപ്പോഴത്തെ ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ 4% പറയുന്നത്. അപ്പോൾ എന്താണ്, ആ ഒരു നിശ്ചിത ശതമാനം ക്യാഷായിട്ട് RBIയിൽ സൂക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്യാഷ് റിസർവ് റേഷ്യോ. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു വിഹിതം നമ്മൾ ക്യാഷ് റിസർവിൽ എന്താ പറഞ്ഞത്? ക്യാഷായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന്. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 2018 തുടങ്ങി ഇപ്പോൾ 19% ഇവിടെ എന്താ മെയിൻറ്റെയിൻ ചെയ്യണത്? നമ്മൾക്കത് എന്തായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം? ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ സെക്യൂരിറ്റീസ് ആയിട്ടോ ഒക്കെ നമ്മൾ റിസർവ് ബാങ്കിൽ ഒരു പെർസെൻറ്റേജ്, നമ്മുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ സെക്യൂരിറ്റീസ് ആയിട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇനി മെയിനായിട്ട് ഇതിനകത്ത് ചോദിക്കുന്ന ഒന്നാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിന് പൈസ കൊടുക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന ആ പെർസെൻറ്റേജാണ് എന്ത്? റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി ലെൻഡ്സ് മണി ടു ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻ ദ ഈവൻറ്റ് ഓഫ് എനി ഷോർട്ട് ഫോൾ. ഫണ്ടിന് എന്തെങ്കിലും ഷോർട്ടേജ് വന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർക്ക് കൊടുക്കുന്നത്? കൊമേഴ്സ്യൽ ബാങ്ക്സിന് പൈസ ലെൻഡ് ചെയ്യുന്നത്, അതായത് കടം കൊടുക്കുന്നത്. ആ റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എന്താണ്? റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്ക്സ് ചില സമയത്ത് RBIക്ക് പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള അപ്പം
കൊമേഴ്സ്യൽ ബാങ്ക്സ് RBIക്ക് ചാർജ് ചെയ്യുന്ന റേറ്റിനെയാണ് എന്ത് പറയുന്നത്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് എപ്പോഴും 2 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റനാണ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ്. സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വൗച്ചറിനെയാണ് സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ക്യാഷ് ബുക്കിൻ്റെയോ ജേർണലിൻ്റെയോ ഒക്കെ ലീസ്, അതിനെയാണ് സ്ലിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് പോസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ പേഴ്സണൽ ലെഡ്ജേഴ്സ് ഈസ് മെയ്ഡ് ഡയറക്ട്ലി ഫ്രം സ്ലിപ്സ്. അതായത് സബ്സിഡിയറി ബുക്കോ ജേർണലോ നോക്കി ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാതെ ഇതുപോലുള്ള സ്ലിപ്സിൽ നിന്ന് സ്ലിപ്പ് എടുത്തിട്ട് നേരിട്ട് പോസ്റ്റിംഗ് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 2 സെൻറ്റൻസാണ് എഴുതേണ്ടത്. ഇനി ആ സ്ലിപ്സ് ഏതൊക്കെയാണ്, പെയിൻ സ്ലിപ്സ് ഉണ്ടാവും. അതുപോലെ അതായത് പെയിൻ സ്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കസ്റ്റമേഴ്സ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് പെയിൻ സ്ലിപ്പ്. വിഡ്രോവൽ ഫോം, കസ്റ്റമേഴ്സിന് ചെക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വിഡ്രോവൽ ഫോം. ദെൻ ഡോക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിലെ സ്റ്റാഫ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന, അതായത് എൻട്രീസൊക്കെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്ലിപ്പുകളെയാണ് ഡോക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈ 3 എണ്ണമാണ് നമ്മൾ സ്ലിപ്പ് സിസ്റ്റത്തിൽ അവർ ഉപയോഗിക്കുന്ന സ്ലിപ്പുകൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി വരും, എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നത് ഇതൊക്കെയാണ്. സ്ലിപ്പ് സിസ്റ്റം ഒക്കെ ഇടയ്ക്ക് ചോദിക്കുന്നത്, മിക്കവാറും തന്നെ ചോദിക്കുന്നതാണ് സ്ലിപ്പ് സിസ്റ്റം, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിസർവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്.